100% കേൾക്കില്ല ചെവി. വെട്ടി പൊട്ടിച്ചാൽ കേൾക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ 100% ക്ലിയർ ആയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സന്തോഷം എനിക്ക് എങ്ങനെയാണത് പറയാൻ പറ്റുക. അതാണ് ഇപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ വേറെ എന്തോ പരിപാടി, നീ വിചാരിച്ച പോലത്തെ പരിപാടി, ഈ 50, 100 ആൾ 500 ആൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ക്ലിയർ ആകുക പറഞ്ഞാൽ അവരെന്തോ ഒരു പരിപാടി ചെയ്യണ്ടായി. എനിക്ക് എല്ലാ ദിവസം ഏകദേശം 1000 രൂപയാണ് പാഡിന് മാത്രം. പീരിയഡ്സ് റെഗുലറായി കൺട്രോളായി. ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ രണ്ടാളിനെ പരിചയപ്പെട്ടുകൂടെ? കുറച്ച് വന്നിറങ്ങിയ വളരെ ഫുഡ് കിട്ടാൻ വഴിയില്ലാതെ തിരയുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ കയ്യിലത്തെ കാര്യങ്ങളൊക്കെ എന്തെന്നൊക്കെ ചോദിച്ചു. നീ എന്തിനാ വന്നിക്കെന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യന്റെ ചെവി കേൾവി കമ്മിയാണ്. 90% ഡോക്ടർമാർ പറഞ്ഞേക്കണ്. ഞങ്ങളുടെ കണക്കിൽ 100%. 100% കേൾക്കില്ല. മിഷൻ ഇല്ലാതെ ചെവി കേൾക്കില്ല. അപ്പൊ അവരിങ്ങനെ രണ്ടാളും ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് അയാളിങ്ങനെ ചോദിച്ചത്. ഇന്നലെ എൻ്റെ അടുത്ത് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞത് 4 ദിവസം ആയി. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ കാര്യം അവർക്ക് വോയിസ് മെസ്സേജ് ആണ് അവൾക്ക് വിട്ടത്. വോയിസ് മെസ്സേജ് മകളാണ് കേൾക്കുക. കുട്ടി വന്നിട്ടുണ്ട്, അവള് കേൾക്കുക. ഇവളത് മുഴുവൻ ഇതില്ലാതെ കേട്ടിട്ടേക്ക് റീപ്ലൈ തന്നു. 1. പിന്നെ 2, ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവള് സ്പീക്കറിൽ ഇട്ടിട്ട് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് സംസാരിച്ചു. ക്ലിയർ ആയിട്ട് സംസാരിക്കുക പറഞ്ഞാൽ 100% കേൾക്കില്ല ചെവി. വെട്ടി പൊട്ടിച്ചാൽ കേൾക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കം വെട്ടി പൊട്ടിച്ചാൽ കേൾക്കൂല. ഫോണിമ്പല് ആരെങ്കിലും വന്നിട്ട് ഇവള് കുളിക്കുന്ന സമയത്താണ് ബെല്ലടിച്ചെങ്കിൽ 10, 50 ബെല്ലടിച്ചാൽ അവിടെ ആളില്ലാത്ത പോലെയായിട്ട് തിരിച്ചു പോയിട്ട് എൻ്റെ കടയ്ക്ക് വന്നിട്ട് എൻ്റെ ചൂടാവും. അവിടെ എന്താ ആളില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ട് ചൂടാവും. 100% ക്ലിയർ ആയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സന്തോഷം എനിക്ക് എങ്ങനെയാണത് പറയാൻ പറ്റുക എന്ന് എനിക്ക് ആകെ ടെൻഷൻ. ഒരു എന്തൊക്കെയൊക്കെ പറയേണ്ടത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത്രയും ഹാപ്പി മൂഡിലാണ് ഞാൻ ഉള്ളത്. തൃശ്ശൂര് ഇതേപോലെ അവിടെ പോയതാ. എനിക്ക് ചെലവ് ഭയങ്കര കൂടുതൽ. ഇത്ര പോകുന്ന എണ്ണയ്ക്ക് 5000, 10,000 രൂപ വിലയാണ്. അങ്ങനെ തേച്ച് 6 മാസം തേക്കാൻ പറഞ്ഞു. 6 മാസം തേച്ചു. നിങ്ങൾ വരണ്ടാന്ന് അവരെന്നെ പറഞ്ഞു. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. എനിക്ക് മിഷൻ ഇല്ലാതെ കേൾക്കും. പക്ഷെ 4 കൊല്ലം പഥ്യം, ഭയങ്കര പഥ്യം. മക്കള് കഴിക്കാൻ പാടില്ല ഇറച്ചിമീനും, എന്റെ ഭാര്യന്റെ വീട്ടുകാർ കഴിക്കാൻ പാടില്ല ഇറച്ചിമീനും, എന്റെ വീട്ടുകാർ കഴിക്കാൻ പാടില്ല. അങ്ങനത്തെ പഥ്യം ഉള്ളതാണ്. നിങ്ങളൊക്കെ യൂട്യൂബ് നോക്കണവരല്ലേ, നിങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പൊ എനിക്ക് 100% ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോണത്. നിങ്ങൾ ഇനി വേണ്ടാന്ന് പറഞ്ഞാലാണ് എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ക്ലിയർ ആവാതെ ഞാൻ ഇവിടെ നിന്ന് പോകൂല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അയാളെ കണ്ടിട്ടപ്പോ വരുന്നതേ കണ്ടു. എന്റെ വൈഫിന് അയാൾ അവിടെ നാട്ടിൽ മുഴുവൻ അത് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇപ്പൊ അത് ഇവന്റെ വൈഫിന് ക്ലിയർ ആയി നാടാ പറയുന്നത്. അപ്പോ അത് വേറെ എന്തോ പരിപാടി കേട്ടാ. അത് നമ്മൾ നീ വിചാരിക്കണ പോലത്തെ പരിപാടിയല്ല. അത് എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം, അത് യൂറിനിലൂടെ പ്രോട്ടീൻ പോവുക എന്നുള്ള ഒരു പ്രശ്നം തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള, അത് പ്രഗ്നൻസിയിൽ കണ്ടുപിടിച്ചതാണ്. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അത് എല്ലാ പെൺകുട്ടികൾക്കുള്ള ഒരു പേടി എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിലാവോ, ആരെങ്കിലും കാണുമോ എന്നുള്ളതാണ്. എന്റെ പേടി അതൊന്നല്ല. നിലത്തായി പോവോ, ബസ്സിലായി പോവോ, ഓട്ടോ എങ്ങനെ പോയി കഴിഞ്ഞാൽ എത്രയും വെച്ചാൽ എനിക്ക് ഒരു ദിവസം ഏകദേശം 1000 രൂപയാണ് പീരിയഡ് പാഡിന് മാത്രം. എന്റെ അമ്മ പോലും അത് സമ്മതിച്ചില്ല. അമ്മ നീ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ പോരെ. ടോയ്ലറ്റിലാകുന്ന സമയത്ത് എനിക്ക് പീരിയഡ്സ് ആയി കിടക്കാൻ തനിച്ചൊരു റൂം ടോയ്ലറ്റ് ആണ്. വേറെ ആൾക്കാർ ടോയ്ലറ്റിൽ പോകാൻ പറ്റൂല. പാൻറ്റീസ് ഒന്നും കഴുകിയ ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഇവിടെ ട്രീറ്റ്മെന്റ് വന്നതിന് ശേഷം തിങ്കളാഴ്ച രാത്രിയാണെന്ന് പീരിയഡ്സ് ആയി. ഞാൻ അറിഞ്ഞിട്ടില്ല. രാവിലെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഷോപ്പിലൊക്കെ പോയി നോക്കി പാഡ് എവിടെയും കിട്ടിയില്ല. എന്നിട്ട് ഒരു കുട്ടി എനിക്ക് തന്നു തൽക്കാലം എമർജൻസി. ഞാൻ പറഞ്ഞത് എനിക്ക് എവിടെ എത്തൂല, നമ്മൾ നീ എക്സ്ട്രാ വേറെ ആരെങ്കിലും ഒന്ന് വാങ്ങി തരുമെന്ന് ചോദിച്ചു. ശരി, ഇവിടെ ആരും വരാനായിട്ടില്ല എന്നാണ്. ആ ഒരു പാഡ് കൊണ്ട് എനിക്ക് ഏകദേശം ഉച്ച വരെ പിടിച്ചേക്കാൻ പറ്റി. പണ്ടൊന്നും എനിക്ക് ആ പാഡ് ഞാൻ വാങ്ങുപോലുമില്ലായിരുന്നു. എനിക്ക് ഒരു ദിവസം 1000 രൂപ പാഡിന് വേണമെന്ന് പറയുമ്പോൾ എന്തുമാത്രം 7 ദിവസം 8 ദിവസത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഏകദേശം ഒരു 8000 രൂപയായില്ലേ. പീരിയഡ്സ് റെഗുലറായി കൺട്രോളായി. ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അറിയാതെ അമ്പലത്തിൽ വല്ലതും പോയി പോകുമെന്നുള്ള പേടി. എന്റെ പീരിയഡ്സ് ആണെന്നുള്ളത് എനിക്കൊരു ഫീലിംഗ് ഇല്ല. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് പീരിയഡ്സ്. ഞാൻ ഇത്ര വർഷമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇതിന്റെ കൂടി ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നന്നായി ഫുഡ് കഴിക്കുന്നത്. ഇത്രയും ബ്ലഡ് പോകുമ്പോൾ എനിക്ക് അത്രയും ക്ഷീണം ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഞാൻ നന്നായി ഫുഡ് കഴിക്കുമായിരുന്നു. ബ്ലഡ് പോകുന്ന കുറച്ച് കുറഞ്ഞു, ഫുഡ് കുറച്ചു. അതുകൊണ്ട് തന്നെ ഷുഗറും കുറച്ച് കുറഞ്ഞു. ഞാൻ വന്ന ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 295 ഷുഗർ. ഇപ്പോൾ 235. ഇന്ന് ഞാൻ രാവിലെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഷുഗർ ഓർന്നു. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മേടിച്ച ഡ്രസ്സായിരുന്നു. ഇതിന്റെ സൈസ് XL ആയിരുന്നു. പക്ഷെ എനിക്കിതിപ്പോൾ ലൂസായി. ഇന്നലെ ഞങ്ങൾ പോയിട്ട് ഒരു ടോപ്പ് എടുത്തു. സൈസ് മീൻസ് എനിക്ക് ബോഡി വെയിറ്റ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഫ്രീ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിന്റെ സൈസ് എല്ലാം മൊത്തം മാറി കിട്ടിയ ഒരവസ്ഥ. അതുപോലെ ഉള്ള ഒരു ഇതാണ്. എനിക്ക് AC ഇരിക്കാൻ പറ്റില്ലായിരുന്നു. AC ഒരു 15 മിനിറ്റ് കൂടുതലൊന്നും എനിക്ക് AC ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും അവസാനം പോകുന്നത് ഞങ്ങളാന്ന് തോന്നുന്നു. ഫസ്റ്റ് വരുന്നത് ഞങ്ങൾ തന്നെയാണ്. ഏറ്റവും അവസാനം പോകുന്നതും ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ 3 പേരാണ്. എനിക്ക് AC ഇരിക്കുന്നതിനും പ്രശ്നമല്ല. ഇവിടെ ഇരുന്നൊരു മുസ്ലിം ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എന്നെ ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ ചോദിച്ചു, ഏകദേശം ഡേറ്റ് എടുക്കാനായിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ഡേറ്റ്? അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ചോദിച്ചാൽ എനിക്ക് നല്ലോണം വയറുണ്ടായി.
ചേച്ചി ഞാൻ ഒരു എട്ടോ 9 ചോദിച്ചു, നല്ല വയറിലുണ്ട്, ഞാൻ 7 മാസമാണോ 8 മാസമാണോ ചേച്ചു. അപ്പോൾ ചേച്ചി ഞാൻ പ്രഗ്നന്റ് അല്ല, എനിക്ക് ഇന്നൊരു അസുഖമായിട്ട് ഞാൻ വന്നതാണ്, എൻ്റെ അസുഖത്തിന്റെ ഭാഗമാണ്. ഇന്ന് രാവിലെ ചേച്ചി കണ്ടപ്പോൾ ചോദിച്ചു ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത പോലെ ഇപ്പൊ തോന്നുന്നുള്ളൂ, കുറെ മാറിയിട്ടുണ്ട് കേട്ടോ എന്ന്. ആ ചേച്ചിക്ക് ചോദിച്ചിട്ട് പിന്നെ വിഷമമായിപ്പോ എന്നോട് അങ്ങനെ ചോദിച്ചിട്ട്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് സ്ഥിരം എല്ലാവരും എന്നോടും എൻ്റെ ഹസ്ബൻഡിനോടും ചോദിക്കുന്ന കാര്യമാണ് പ്രഗ്നന്റ് ആണോ. എനിക്കത് പ്രശ്നമില്ല, പക്ഷെ ഇപ്പൊ ഒരുപാട് വയറൊക്കെ പോയിട്ട് എനിക്ക് നടക്കാനൊക്കെ ഒരു സുഖമുണ്ട്.